പിന്നെന്താണ് മൈക്കുന്നത് ഇതിന്? അപ്പോ ജമാഅത്ത് ഒഴിവാക്കാൻ അനുവദിക്കപ്പെടുന്ന ഉദ്റുകൾ, അതിൽ നിന്ന് ചിലത് ഇവിടെ പറയുന്നു. ബാക്കി വിശദമായ കിതാബുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ അതും കൂടി ആയാല് ജമാഅത്ത് സംബന്ധമായ പാഠം അവസാനിക്കുകയും പിന്നെ ജുമുഅയിലേക്ക് പ്രവേശിക്കുകയുമാണ് ചെയ്യുന്നത്. നോമ്പ് ഇവിടെ ആവുകയും ചെയ്യാണ്. പക്ഷെ നോമ്പാകുന്നവരെ നമ്മളിങ്ങനെ ഓതിക്കൊണ്ടിരിക്കും. നാട്ടിലിപ്പോ ഏകദേശം ദർസുകളൊക്കെ പൂട്ടി. അതുകൊണ്ട് നമ്മളിപ്പോ പൂട്ടിക്കൊള്ളണമെന്നില്ലല്ലോ. അവിടെ കുറച്ചൊക്കെ ആള് കുറഞ്ഞേക്കും. എന്നാലും നമുക്ക് പൂട്ടേണ്ട ആവശ്യമില്ല. പോണോടത്തോളം അങ്ങോട്ട് പോയിക്കോട്ടെ വെച്ചിട്ടാ. ഏതായാലും ജമാഅത്തുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പാഠം ഇന്നത്തോടു കൂടി അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓതി വരുമ്പോൾ അതിന്റെ സമയം പോലെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. ഇന്ന് കുറച്ച് നേരത്തെ നിർത്തി പുറത്തു പോകേണ്ട ചെറിയൊരു ആവശ്യവും ഉണ്ട്. ആട്ടെ, ഇന്ന് ആലൂരിനെ കാണാനുണ്ട്. മുകളിലെത്തിയിട്ടില്ല. ഇവിടെ ഇന്നലെ ആലൂര് എന്തോ എതിറായിട്ട് എവിടോ പോയി. ഇന്നലെ എൻ അബ്ദുള്ള എന്ന പേരിൽ വരുന്ന ഒരു സഖാഫി ഉസ്താദ് ഉണ്ട്. ആ സഖാഫി ഉസ്താദ് ആയിരുന്നു ഇന്നലെ ഫത്ഹുൽ മുഈൻ പബ്ലിക്കിൽ അടിച്ചത്. ലാസ്റ്റ് ഭാഗം പിന്നെ ചെറൂപ്പ ഉസ്താദും അടിച്ചു. ഇന്ന് ആലൂരുണ്ടെങ്കിൽ ആലൂർ തന്നെ അടിക്കും, ഇല്ലെങ്കിൽ കീശേരിയോ അതുപോലെ തന്നെ ആ സഖാഫി ഉസ്താദൊക്കെ ആരെങ്കിലും ഉണ്ടാവും. ആരെങ്കിലും ഒരാൾ അടിക്കുക. നമുക്ക് തുടങ്ങാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആലൂരുണ്ട്. തെത്തിമ്മത്തുൻ. ആലൂരിനെ വിടാൻ ഞാൻ ആലൂരിന് ആലൂരിനെ വിടി. തെത്തിമ്മത്തുൻ ഇതൊരു പൂർത്തീകരണമാണ്. എന്ന് പറഞ്ഞാൽ ജമാഅത്തിന്റെ മുഖ്യ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ജമാഅത്ത് ഒഴിവാക്കേണ്ട സാഹചര്യം വന്നാൽ അതിന്റെ ഉദ്റുകൾ ഏതൊക്കെയാണ് എന്നാണ് പറയുന്നത്. വഉദ്റുൽ ജമാഅത്തി, ജമാഅത്ത് ഉപേക്ഷിക്കാൻ അനുവദിക്കപ്പെടുന്ന ഉദ്റുകൾ, കൽ ജുമാഅത്തി, ജുമാ ഉപേക്ഷിക്കാൻ അനുവദിക്കപ്പെടുന്ന ഉദ്റ് പോലെ തന്നെ. എന്ന് പറഞ്ഞാൽ അത് രണ്ടും ഏകദേശം ഒന്ന് തന്നെ. ചില ഉദ്റുകൾ ജുമാക്ക് വരില്ല, ജമാഅത്തിനെ മാത്രമേ ബാധിക്കൂ. അധിക ഉദ്റുകളും ജുമായെയും ജമാഅത്തിനെയും ഒരുപോലെ ബാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് രണ്ടും കൂട്ടി പറയുന്നത്. കീശിരി അടിച്ച് ആലൂരിന് എന്താ എതിർ? ആരടിച്ചാലും മതി, നമുക്ക് പിന്നെ ആളടിക്കാന്നൊന്നുമില്ല. കീശിരി അടിച്ചാലും മതി. അപ്പൊ ജുമാന്റെ ഉദ്റും ജമാഅത്തിന്റെ ഉദ്റും ഏകദേശം ഒന്ന് തന്നെ. അതുകൊണ്ടാണ് ഉദ്റുൽ ജമാഅത്തി കൽ ജുമാഅത്തി എന്ന് പറഞ്ഞ്. ജുമാ പോലെ എന്നല്ല അർത്ഥം വെക്കണ്ട്. ഉദ്റുൽ ജമാഅത്തി കഉദ്രിൽ ജുമാഅത്തി എന്നർത്ഥം. ജുമാക്ക് ഉള്ള ഉദ്റുകളെ പോലെ തന്നെയാണ് ജമാഅത്തിന്റെ ഉദ്റുകളും. എല്ലാത്തിലും നല്ല, ചിലത് രാത്രിയിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങളെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം അയ്യാമുസ്സഫാഫ്, അതായത് മണിയറ രാവുകൾ. ഒരു കന്യാസ്ത്രീയെ വിവാഹം കഴിച്ചാൽ ഒരാഴ്ച വരെയും, ഒരു പുനർവിവാഹിതയാവുന്ന സ്ത്രീയെ വിവാഹം കഴിച്ചാൽ 3 ദിവസം വരെയും അയ്യാമുസ്സഫാഫാണ്. ആ ദിവസങ്ങളിൽ ഇശാഉം മഗ്രിബിനും ജമാഅത്തിന് പോകുന്നതിന് പുതിയാപ്പളക്ക് ഉദ്റാണ്. ആ ഉദ്ർ ഇപ്പൊ ജുമായിൽ വരൂല. കാരണം ഇശാക്കും മഗ്രിബിന്റെ സമയത്ത് ജുമാ ഉണ്ടാവില്ലല്ലോ. എന്നതുപോലെ രാത്രിയിലുള്ള കഠിനമായ ഇരുട്ട് അതൊരു ഉദ്റാ, അത് ജുമാക്ക് ഉണ്ടാവില്ല. ഇങ്ങനെ ചുരുക്കം പകൽ വരാൻ സാധ്യതയില്ലാത്ത ചില ഉദ്റുകൾ ഒഴിച്ചാൽ ബാക്കി ഉദ്റുകളൊക്കെ ജുമാക്കും ജമാഅത്തിനും ഒരുപോലെയാണ്. എന്നാ ഏതാണത്? ഒന്ന് മതറുൻ യബുല്ലു സൗബഹു,
മഴ ഉണ്ടാകുക. എങ്ങനത്തെ മഴ? വസ്ത്രത്തെ നനക്കാൻ പോലുള്ള മഴ. നന്ന ചാറൽ മഴയേ ഉള്ളൂ, വസ്ത്രം നനയൊന്നുമില്ല, എന്നാ അത് ഉയറല്ല. എന്നാൽ മനുഷ്യൻ നനഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി പള്ളിയിലെത്തുമ്പോഴേക്ക് ഡ്രസ്സുകളൊക്കെ നനഞ്ഞു വീഴും എന്ന സാഹചര്യമാണെങ്കിൽ ആ മഴ ജമാഅത്ത് ഒഴിവാക്കുന്നതിന് ഉസ്റാണെന്ന് മാത്രമല്ല, ജുമാ ആണെങ്കിൽ അതും ഒഴിവാക്കുന്നതിന് ഉസ്റാണ്. അപ്പൊ മഴ ഉണ്ടായ ഉസ്റാന്ന് പറഞ്ഞാൽ വർഷക്കാലത്ത് നമ്മളെ നാട്ടിൽ 6 മാസം ജുമാ ഇല്ലാതെക്കേണ്ടി വരൂലേ എന്ന് ഇസ്കാലി ചോദിക്കണ്ട. വസ്ത്രം നനക്കുന്ന തരത്തിലുള്ള മഴ എന്ന് പറഞ്ഞാൽ വസ്ത്രം നനയില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ. വീട്ടിൽ നിന്ന് തന്നെ വണ്ടി കയറിയിട്ട് പള്ളിന്റെ മുറ്റത്ത് ചെന്ന് ഇറങ്ങാൻ കഴിയും, അവന്റെ അവിടെ സൗകര്യമുണ്ട്. എന്നാ പിന്നെ ഓനെവിടെ വസ്ത്രം നനീന്ന്? അല്ലെങ്കിൽ നല്ല മാന്യമായ കുട ഉണ്ട്, കുട ചൂടിയിട്ട് ഇവിടുന്നാണ് പുറപ്പെട്ട് പള്ളിയിലെത്തോളും പോയി തുള്ളി വെള്ളം നനഞ്ഞിട്ടില്ല, എന്നാ പിന്നെ ഇവിടെ കയറ്. അപ്പൊ വസ്ത്രം നനയുന്ന തരത്തിലുള്ള മഴ ഉണ്ട്. ആ മഴയത്ത് ഇപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി പള്ളിയൊക്കെ പോവുകയാണെങ്കിൽ പള്ളിയിലെത്തുമ്പോക്ക് ആകെ നനഞ്ഞു കുളിച്ചിരിക്കും. അത് സ്വാഭാവികമായും പള്ളിയിൽ ജമാഅത്തായി നിസ്കരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ അത് ഉസ്റാണ്. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. എന്തുകൊണ്ട് ലിൽ ഖബരി സ്വഹീഹി, മഴ വസ്ത്രം നനയുമാറുള്ള മഴ ഉസ്റാണെന്നതിന് തെളിവ് സ്വഹീഹായ ഒരു ഹദീസിലുണ്ട്. എന്ത്? അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അമറ ബിസ്വലാത്തി ഫിർ റിഹാലി, അവനവന്റെ താമസ സ്ഥലങ്ങളിൽ വെച്ച് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു പറയാൻ കൽപ്പിച്ചു. യൗമ മതരിൻ, ഒരു മഴ ഉണ്ടായ ദിവസം. എങ്ങനത്തെ മഴയായിരുന്നു? യബുല്ലു അസ്ഫലൽ നിആലി, ചെരുപ്പിന്റെ അടിവശം നനയുമാറുള്ള മഴ പെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വെള്ളം കുറേശ്ശെ കെട്ടി നിൽക്കുന്ന നിലക്കുള്ള വെള്ളമുണ്ട്. അങ്ങനത്തെ മഴ പെയ്തു. അപ്പൊ ശരിക്കും നനഞ്ഞു കുളിക്കാൻ മാത്രമുള്ള മഴ ഉണ്ട്. അപ്പൊ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാങ്ക് വിളിച്ച മുഅദ്ദിനോട് എന്ത് പറഞ്ഞു? അലാ സ്വല്ലൂ ഫീ റിഹാലിക്കും എന്ന്. ഇതൊരു യാത്രാ സന്ദർഭത്തിലാണ് ഉണ്ടായത്. അതാണ് റിഹാല് എന്ന് പറയാൻ കാരണം. ഹദീസിന്റെ ബാക്കി ഭാഗങ്ങൾ അങ്ങനെയാണ്. ഒരു യാത്രയിൽ വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങിയോടത്ത് പലരും പലയിടത്തായിട്ട് തമ്പടിച്ചു. അങ്ങനെ നിസ്കരിക്കാൻ സമയമായപ്പം ബാങ്ക് വിളിച്ചു. അപ്പൊ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവനവന്റെ സ്വന്തം തമ്പുകളിൽ നിന്നിട്ട് നിസ്കരിക്കാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുക എന്ന് പറഞ്ഞാൽ ആകെ മഴയും നനച്ചിടുക. അവിടെ കോടയും സൗകര്യമൊന്നുമില്ല, യാത്രക്കാരല്ലേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറഞ്ഞു? അവനവന്റെ താമസ സ്ഥലം, റഹലി എന്ന് പറഞ്ഞാൽ അവൻ വാഹനം അരിയാത്ര പോകുന്ന ആളുകളുടെ സൗകര്യം ഒരുമിക്കുന്ന തമ്പോ പോലത്തെ താമസങ്ങൾ. അപ്പോ മഴ നനയും വീട്ടിൽ നിന്ന് ഇറങ്ങി പള്ളിയിലെത്തുമ്പോഴേക്ക് എന്ന സാഹചര്യമാണെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ആകെ നനഞ്ഞൊറ്റിയ വസ്ത്രം ഇട്ടുകാണ്ട് പള്ളിയിൽ കയറി നിൽക്കിരിക്കാൻ പറ്റുമോ? വെള്ളം ഇങ്ങനെ ചോർന്നൊലിച്ചു കൊടുക്കും. അപ്പൊ പള്ളിയിലെ പായ ആണെങ്കിൽ പായ പായല്ലപ്പൊ കാർപ്പറ്റായി മാറിയില്ലേ? ആ കാർപ്പറ്റ് ആകെ ചീത്തയാവും, ഇവനും ആകെ പ്രശ്നമാവും, അവന്റെ അടുത്ത് നിന്ന് നിസ്കരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാവും ഒക്കെ വരും. അപ്പൊ അങ്ങനെ നനയുന്ന മഴയും കൊണ്ട് നനഞ്ഞുകൊണ്ട് പള്ളിക്ക് പോകേണ്ട, ഉസ്റാണ്, വീട്ടിൽ നിസ്കരിച്ചാൽ മതിന്ന്. പിന്നെ വസ്ത്രം നനക്കാത്ത മഴയ്ക്ക് വിരോധം എന്ന് പറഞ്ഞാൽ വസ്ത്രം നനയാത്ത മഴയാണെങ്കിൽ അതുകൊണ്ട് ഉയർട്ടല്ലാണോ? ഒന്നിരിക്കൽ മഴ തന്നെ നന്ന ചെറിയ മഴയാണ്. മഴ തന്നെ നന്ന ചെറിയ മഴയെ നനയാൻ മാത്രമല്ല, ഒരു ചാറൽ മാത്രമേ ഉള്ളൂ, എന്നാ കുഴപ്പമില്ല. അതല്ലെങ്കിൽ മഴയൊക്കെ നല്ലോണ്ട് നനയാതെ പോകാനുള്ള സൗകര്യം നന്നായി ഉണ്ട്, എന്നാ പിന്നെ നനയാതെ ഒരു പള്ളിയിലെത്താലോ. അപ്പൊ ഈ പറഞ്ഞ ഉയർന്നില്ലാനും. പക്ഷെ മഴ ചോർന്നാണ്. പക്ഷേ മഴ ചോർന്നെങ്കിലും ഖത്റുൽ മാഇ, വെള്ളം മുറ്റിക്കൊണ്ടിരിക്കൽ, മിൻ സുഖൂഫി ത്വരീഖി, പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ വീടിന്റെ മുകളിൽ നിന്നിട്ട് മച്ചുകളിൽ നിന്നിട്ടൊക്കെ വെള്ളം ഇങ്ങനെ ഉറ്റിക്കൊണ്ടിരിക്കുന്നത് എഴുതുറുൻ, അതും എഴുതു തന്നെ.
എന്ന് പറഞ്ഞാൽ നാടൻ കാക്കാമാർക്കൊരു ശൈലിയുണ്ട്. മഴ ചോർന്നാലും മരം പെയ്യും എന്നറിയും. മനസ്സിലായില്ലേ? മഴ ചോർന്നാലും ഒരു നാഴികാരം മരം പെയ്യും, അങ്ങനെ പറയാം. മരം പെയ്യുക എന്ന് പറഞ്ഞാൽ മരത്തുമെന്ന് വെള്ളം ഇങ്ങനെ ഉറ്റിക്കൊണ്ടിരിക്കും. അപ്പോഴും നനയും. ഇവിടെയും പ്രശ്നം അതാണ്, നനയും. അവിടെ ഇല്ലം എബുല്ലോ, ആകെ നനഞ്ഞൊലിക്കാൻ മാത്രമില്ല, അവിടെ നനയാൻ തുള്ളിയിട്ടേ ഉള്ളൂ. എന്താവൂല, വെള്ളം ആകെ നനഞ്ഞൊറ്റി പള്ളിയിലൊക്കെ ഒലിക്കുന്ന നിരക്കൊന്നും ആവൂല. എന്നാലും അത് എതിറാണ്. അതിന്റെ കാരണം ലിഗലബത്തി നജാസത്തിഹി, മച്ചും പുറത്തു നിട്ടുന്ന വെള്ളത്തിൽ പലപ്പോഴും നജസുണ്ടാവാൻ സാധ്യത കൂടുതലാണ്. കാരണം കണ്ട പ്രാവും അതും ഇതുമൊക്കെ വന്നിരുന്ന് കാഷ്ടിച്ചിട്ടൊക്കെ ഉണ്ടാവുമല്ലോ മച്ചും പുറത്ത്. അതിൽ കൂടെ വെള്ളം കൊണ്ട് ഒലിച്ചു ചാടുമ്പോ ആ നജസ്സുള്ള വെള്ളം ആവൂറ്റാൻ അതൊരു എതിറാണ്. അതല്ലെങ്കിൽ അവസ്ഥികാരിഹി, ഇനി നജസ് ഇല്ലെങ്കിൽ തന്നെയും അത് അഴുക്കും കച്ചറിയൊക്കെ നിറഞ്ഞ വെള്ളയിക്കാരം. അപ്പൊ അത് ഒരു മ്ലേച്ഛമായത് കൊണ്ട് അതും എതിർ തന്നെയാണ്. അവന് നനയാതെ പോകാൻ പറ്റുന്ന എതിരല്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യം അവന്റെ ഇടയിൽ കയ്യിൽ കൊടയോ മറ്റു സൗകര്യങ്ങളോ ഒന്നും ഇല്ല. ഓപ്പം ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ റോഡ് ടൗണാണ്, തൊട്ട് 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 വീടുകളാ. ഈ വീട്ടിന്റെ ഇറയത്ത് കൂടെ പോകാൻ കഴിയുള്ളൂ. അയിമന്ന് വെള്ളം അങ്ങനെ ഉറ്റുന്നുണ്ട്. അങ്ങനെ പള്ളിക്കലെത്തുമ്പോത്തിനതൊക്കെ മേത്ത് വസ്ത്രത്തിലൊക്കെ ഈ വെള്ളം ഉറ്റും. എന്നാ ഇതറാണ്. അപ്പൊ ഒന്ന് നനയുന്ന തരത്തിലുള്ള മഴ ഉണ്ടാകാം. അതാണ് ഇപ്പൊ ഒന്ന് പറഞ്ഞു. രണ്ടാമത്തത് വഹലുൻ, ചളി. പോകുന്ന ബൈക്കില് ചളി ഉണ്ടാകുക. പാടം, വയല് പോലത്തെ സ്ഥലം, അതല്ലെങ്കിൽ മണ്ണിളകി വെള്ളം കെട്ടി നിന്ന് ചളിയായ സ്ഥലം. എങ്ങനത്തെ ചളി? ലം യഅ്മൻ മാഹു, ആ ചളിയോട് കൂടി അവൻ നിർഭയനാവുകയില്ല. അത്തലവൂസ, മണ്ണ് പൊരലിനെ, ബിൽ മഷീഫിഹി, ആ ചളിയിലൂടെ നടക്കൽ കൊണ്ട് വസ്ത്രത്തിലോ ശരീരത്തിലോ ഒക്കെ, ചെരുപ്പുമലല്ല, വസ്ത്രത്തിലോ ശരീരത്തിലോ ചളി പൊഴുന്നതിനെ പറ്റി നിർഭയരാവില്ല. എന്ന് പറഞ്ഞാൽ വസ്ത്രത്തിലോ അതല്ലെങ്കിൽ ശരീരത്തിലോ ഒക്കെ ചളിയാകാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ചളിയാണ്. എന്നാലോ എന്നാ പിന്നെ നമ്മളെ നാട്ടിൽ 6 മാസം പരസ്യക്കാലത്ത് ഒറ്റ പള്ളികൾക്കും ജുമാക്കും പോകണ്ട, ജമാഅത്തിനും പോകണ്ടെന്ന് മസല അറിയണ്ട. റോട്ടുമ്പോ കൂടെയാണെങ്കിൽ ചളി ഉണ്ടായില്ലാന്ന് വരും ചിലപ്പോ. എന്നാ തന്നെ റോഡിന്റെ സൈഡിലൊക്കെ മണ്ണുണ്ടാവും, അത് ചളിയായിട്ടുണ്ടാവും. അങ്ങനെയല്ല, ഈ ചളിയോട് കൂടി പള്ളിയിൽ കയറേണ്ട സാഹചര്യമാണ്. എന്നാ എതിറാണ്. മനസ്സിലായില്ലേ? എന്താ പറഞ്ഞാല് ഇപ്പത്തെ സൗകര്യത്തിന് നമ്മൾ ചളി കൂടെ അവിടെ ചെന്നാലും നന്നായിട്ട് കഴുകി വൃത്തിയാക്കാനുള്ള വെള്ളവും സൗകര്യവും ഒക്കെ പള്ളിയുടെ പരിസരത്ത് സംഭരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അഥവാ കാലുമ്മലോ ദേഹത്തിന്റെ ഏതെങ്കിലും ഭാഗത്തൊക്കെ അല്പം ചളി ആയിപ്പോയാലും എന്താക്കാൻ കഴിയും? അത് വൃത്തിയാക്കി പള്ളിയിൽ കയറാൻ സാധാരണഗതിയിൽ പ്രയാസമില്ലാതെ കഴിയും. അപ്പൊ ചളി ഉണ്ടാകുക എന്ന് പറഞ്ഞത് അവിടെ എങ്ങനെ അല്ല. ഞാൻ പിന്നെ നമ്മളെ നാട്ടില് 6 മാസം ജമാഅത്തും ജുമായും ഇല്ല എന്ന് പറയേണ്ടി വരും. അത് പറയണ്ട. നമ്മളെ നാട്ടിലൊന്നും ഉസ്താദന്മാരാലും മഴക്കാലത്ത് കാര്യങ്ങളാലും ജുമാക്ക് എന്താന്ന് പറയുന്നില്ലല്ലോ. അതിന് കാരണം എന്താ? ഈ സൗകര്യമുണ്ട്, കുടണ്ട്, സൗകര്യമുണ്ട്, പോകാൻ മയാനിയാതെ പോകാൻ സൗകര്യമുണ്ട്. ഇനി കാലുമലോ മറ്റൊക്കെ ചളിയായിപ്പോയാൽ കഴുകാനുള്ള സൗകര്യം അവിടെ പള്ളിക്കലുണ്ട്. അപ്പൊ പിന്നെ പള്ളിയിൽ ജമാഅത്തായി നിസ്കരിക്കുന്നതിനൊന്നും തടസ്സമായിട്ടില്ല. അവിസലക്ക, അതല്ലെങ്കിൽ വഴുതലിനെ പേടിക്കുന്നു. ചളിയാണ്, ഈ ചളി കൂടെ പോയ വഴുതി വീട് പോകുമോ എന്ന് പേടിക്കുന്നു. എന്നാലും അത് നിർഭയമാകുന്നില്ല. പേടിയാണ്. ഏത് സമയത്തും വഴുക്കി വീഴുക. അങ്ങനത്തെ വല്ലാതെ വഴുവഴുപ്പുള്ള വഴിയാണ്, ചളിയുണ്ട്. അതിലാകെ ശരീരത്തിലാകെ ചളിയും പരണ്ട് മാനം കിട്ടുമോ എന്ന് കണ്ടാൽ പേറാണ്. അപ്പൊ 2ആയി. മൂന്നാമത്തത് വഹറുൻ ശദീദുൻ, കഠിനമായ ചൂട്. പക്ഷെ കഠിനമായ ചൂട് എതിറാകുന്നത് ളുഹ്ർ നിസ്കാരത്തിന് മാത്രമേ ബാധകമാകൂ എന്നാണ് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മഹുല്ലാഹ് തങ്ങൾ തുഹഫയിലൊക്കെ പറഞ്ഞത്.
അതായത് വൈകിട്ട് അതല്ലെങ്കിൽ രാത്രിയൊക്കെ ചൂടാണെങ്കിൽ പോലും ജമാഅത്ത് ഒഴിവാക്കുന്നതിന് അത് ഉദറല്ല. കാരണം അതൊക്കെ ചൂട് എന്ന് പറഞ്ഞാലും അത്ര വലിയ ചൂടൊന്നും ഉണ്ടാവില്ല. അതേ സമയത്ത് ഉഷ്ണമേഖലകളിൽ അല്ലെങ്കിൽ ഉഷ്ണ സീസണിൽ നട്ടുച്ചങ്ങനെ കത്തി നിൽക്കുന്ന സമയമായിരിക്കും ദുഹർ. ആ സമയത്ത് അസാധാരണമായ ചൂടുള്ള സമൂമൻ സീസണാണ്. ഇവിടെ സമൂം സീസൺ വരാൻ പോവുകയാണ്, വന്നിട്ടില്ല. ചൂട് കൂടി കൂടി വരുന്നതെന്നല്ലാതെ സമൂമിൽ പ്രവേശിച്ചിട്ടില്ല. സമൂമായാൽ അറിയാം ചൂട് കാറ്റ് വരും. അങ്ങനത്തെ കൊടുംചൂടാണെങ്കിൽ ഉച്ചക്ക് ജമാഅത്തിന് ളുഹ്ർ ജമാഅത്തിന് ഉൾസറാണ്. അതേ സമയത്ത് നിഹായും മോനിയൊക്കെ പറഞ്ഞത് സമയം നോക്കണ്ട, ളുഹ്റായാലും അസറായാലും മഗ്രിബായാലും ഒക്കെ കണക്കാണ്. കഠിനമായ സാധാരണയിൽ കവിഞ്ഞ് താങ്ങാൻ കഴിയാത്ത ചൂടാണെങ്കിൽ ജമാഅത്തിന് പോകുന്നതിന് ഉൾസറാണ്. തൊയ്ഫയില് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത് ളുഹ്റിന് മാത്രമേ അതൊരു ഉൾസറായി അംഗീകരിക്കാൻ പറ്റുള്ളൂ. സംഗതി വയും ഇങ്ങനെയുള്ള ശക്തിയേറിയ ചൂടുള്ള സമൂഹ കാലഘട്ടത്തില് നടക്കാൻ തണലുണ്ട്. ഉദാഹരണം കുട ഉണ്ട്, അതല്ലെങ്കിൽ വെയിൽ കൊള്ളാതെ തന്നെ പോകാൻ സൗകര്യമുണ്ട്. എന്നാലും അസഹ്യമായ ചൂടാണെങ്കിൽ ജമാഅത്തിന് പോകുന്നതിന് ഉദറാണ്. ഇനി ബർദുൻ ശദീദുൻ, അതുപോലെ തന്നെ കഠിനമായ തണുപ്പ്. നമ്മളെ നാട്ടിലെ തണുപ്പ് എന്നൊക്കെ പറഞ്ഞാല് അവർ തണുപ്പായിട്ടെണ്ണല്ല, അവർ സുഖമുള്ള കുളിര് എന്ന് പറയാം. മനസ്സിലായില്ലേ? ഒരു കുളിര്, സുഖമുള്ള ഒരു കുളിര്. അതേ സമയത്ത് അങ്ങനെയല്ല, ശൈത്യമേഖലയിൽ രക്തം മരവിച്ചു പോകുന്ന കൊടും തണുപ്പുണ്ടാവും. സൗദി അറേബ്യ തന്നെ അബ്ഹ ഹമീസ് മുഷൈത്ത് മുതൽക്ക് ഇങ്ങോട്ട് പോന്നാല് നമാസ് മുതൽ അൽബാഹ വരെയുള്ള ആ ഭാഗങ്ങള് എന്നും തണുപ്പാ. അതേ സമയത്ത് തണുപ്പ് സീസണിൽ ചൂടുവെള്ളമല്ലാത്ത വെള്ളം തന്നെ ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം രാവിലെ അതുപോലെ ഇശാന്റെ സമയത്തൊക്കെ വെള്ളം ഐസായിട്ടാണ് ഉണ്ടാവുക. വെള്ളം തന്നെ ഉണ്ടാവില്ല, ഐസായിട്ട് കട്ടായിട്ടാണ്. പൈപ്പിൽ നിന്നൊന്നും തുള്ളി വെള്ളം കിട്ടൂല. എന്നിട്ട് പിന്നെ ഹീറ്റർ വെച്ച് ചൂടാക്കുക. അങ്ങനത്തെ കൊടും തണുപ്പ്, സ്വെറ്റർ ഇട്ട് കരിമ്പടം കൊണ്ട് പൊതിച്ച് ആകെ പുറത്തിറങ്ങിയാലും തണുക്കും. ആ ജാതി തണുപ്പുള്ള സമയം അത് എഴുതറാണ്. അല്ലാതെ പേരിനൊരു സുഖമുള്ള ഒരു കുളിരുണ്ടാവുമ്പോത്തിന് തണുപ്പ് എഴുതറാണെന്ന് പറഞ്ഞിട്ട് ജമാഅത്തിനോട് ആൾക്കാണ്. അങ്ങനെയല്ല, അതാണ് ശദീദായ തണുപ്പ് എന്ന് പറഞ്ഞത്. അതും എഴുതറാവുന്നു. ഇനി വേറൊന്ന്, സുബഹി കള്ളന്മാർക്ക് ഏച്ചുകൂട്ടാൻ പറ്റും, പക്ഷെ അത് ഏച്ചുകൂട്ടാൻ നിൽക്കണ്ട. ഉറക്കം തൂങ്ങൽ, ഒലബത്ത് വരിക എന്ന് പറയാ അനിയന്ത്രിതമായി വരിക, നിയന്ത്രണ വിധേയമല്ലാതെ ഇവരവിടെ ഇരുന്ന് തൂങ്ങിപ്പോവുകയാണ്. എപ്പോ? അത് പോകുമ്പോഴല്ല, എന്തെന്ത് വാരിഹീന് ജമാഅത്ത് കാത്തിരിക്കുമ്പോ. ഇവനൊരു തരത്തിൽ പള്ളിയിലെത്തി, അപ്പൊ നിസ്കരിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി അപ്പൊ ജമാഅത്തിനായിട്ടില്ല, ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ അവിടെ ഇരുന്നാലും ഓനെ ഒന്നും മനസ്സിലാവൂല. അതായത് തല ഇങ്ങനെ കീപ്പോട്ട് തൂങ്ങാണ്, ആടുകയാണ്, ഉറക്കം വന്നിട്ട് ആ നിലക്ക് ഇരുന്നാലും നിൽക്കാനും മനസ്സിലാവൂല, നിൽക്കുമ്പോ ഒന്നും ചെല്ലണവും മനസ്സിലാവൂല. അങ്ങനത്തെ ഒരു അവസ്ഥ. പിന്നെ അതിന് ജമാഅത്തിന് കാത്തുനിന്നിട്ട് കാര്യമില്ല, വിതറാവും. ഇനി അസഹ്യമായ കഠിനമായ വിശപ്പ് മാത്രം പോരാ, അതിന് പറയുന്നുണ്ട്. വാത്സിൻ, അതുപോലെ തന്നെ കഠിനമായ ദാഹം. കഠിനമായ ദാഹവും കഠിനമായ വിശപ്പും ജമാഅത്ത് ഒഴിവാക്കാൻ ഉദറാണ്. എപ്പോ? ഒക്കെ ഇനി പിന്നെ നമ്മൾ പറയണം, അതൊന്നും അതിലില്ല. അതായത് കഠിനമായ വിശപ്പും ദാഹവും ഉണ്ട്, അല്ലെങ്കിൽ വിശപ്പോ ദാഹമോ ഉണ്ട്. അതോടുകൂടി കഴിക്കാനുള്ള ഭക്ഷണം, അതുപോലെ കുടിക്കാനുള്ള പാനീയം റെഡിയാണ്, അല്ലെങ്കിൽ ഉടനെ റെഡിയാവാൻ തൊട്ടടുത്ത് വന്നിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ
ആ കഠിനമായ വിശപ്പ് അടക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കാനിരുന്നു, അല്ലെങ്കിൽ കഠിനമായ ദാഹം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളം കുടിക്കാനിരുന്നു, അപ്പോഴേക്ക് ജമാഅത്ത് പോകും എന്ന് കണ്ടാൽ അത് എഴുതറാണ്. അല്ല, അരി കഴുകുന്നുള്ളൂ, ആ അരി കഴുകിയത് അടുപ്പിന്റെ മുകളിൽ വെച്ച് വേവിച്ച് ഭക്ഷണമായിട്ട് കഴിക്കണം എന്ന് കരുതിയിട്ട് ഓൻ അവിടെ എത്തി അവൻ നെയ്യത്ത് ചെയ്തിരിക്കണ്ട. കാനായിരുന്നോണ്ട് വെറുതെയാണ്. ഭക്ഷണം തയ്യാറായിട്ടില്ല, തയ്യാറാകാൻ ധാരാളം സമയം വേണം, അതിന്റെ ഇടയ്ക്ക് ജമാഅത്ത് ചെയ്യും, എന്നാ പിന്നെ അത് എഴുതറല്ല. ഒന്നിക്കൽ ഭക്ഷണമൊക്കെ റെഡിയായി സമീപത്ത് എത്തിന്ന്, എന്നാ പിന്നെ കഴിച്ചിട്ട് പോയാൽ മതി, അതിന്റെ ഇടയ്ക്ക് ജമാഅത്ത് കഴിക്കുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞോട്ടെ. അതല്ല, ഭക്ഷണം ഒക്കെ റെഡി ആയി തുടങ്ങിന്, അധികം താമസമില്ല, സമീപത്തിനുണ്ട് എന്ന് പറഞ്ഞാൽ ചോറ് ഊറ്റുന്നു, ഇനിയിപ്പൊ അതൊരു ബസീക്ക് അല്പം വിളമ്പിയാ മതി, ആ എന്നാ പിന്നെ അത് കഴിച്ചിട്ട് പോയാ മതി. അതുപോലെ തന്നെ ദാഹത്തിനും വെള്ളമില്ല, വെള്ളത്തിന് വണ്ടിക്കാരെ വിളിച്ചാണ് എവിടേക്ക്, തഹലിയേക്ക്. ഓൻ വരും, എവിടെ വരും, തഹലിയേക്ക് വിളിച്ചിട്ട് നമ്പർ കിട്ടി ഡ്രൈവറുമായിട്ട് ഇത്തിഫാക്ക് ആയാൽ തന്നെ ഒരു 2 മണിക്കൂർ 1 മണിക്കൂറിന്റെ ഉള്ളിൽ എത്തിയാൽ വലിയ ഭാഗ്യം. അപ്പൊ അതിനു വേണ്ടി ഒപ്പോടെ കാത്തിക്കണോ? അതിന്റെ ആവശ്യമില്ല. അതേ സമയത്ത് ഇവിടെ ഉണ്ട്, എന്നാ അതെടുത്ത് കുടിച്ചോട്ടെ, അത് കുടിച്ച് കഴിയുമ്പോൾ ജമാഅത്ത് ചെയ്യും, എന്നാ ജമാഅത്താണ് കഴിഞ്ഞോട്ടെ. അല്ലെങ്കിൽ പിന്നെ റമളാൻ ഉച്ചരിഞ്ഞാല് പിന്നെ ഒറ്റ ദിവസം ജമാഅത്തിന് പോകണ്ടെന്ന് വരൂലേ. കാരണം എന്താ, ഉച്ചരിയുമ്പോത്തിന് രാത്രി എത്താൻ കഴിച്ചൊക്കെ കഴിഞ്ഞില്ല, വിഷന്നില്ലേ. അപ്പൊ വിശപ്പുള്ളോ ജമാഅത്തിന് പോകണ്ടെന്ന് പറഞ്ഞാൽ അസർ പള്ളി കാലിയേക്കാരം. കാരണം എന്താ, നോൻപ് പറ്റുകൾക്കൊക്കെ അസറാകുമ്പോത്തിന് നല്ലോണം വിശക്കും. വിശക്കുന്നവരൊന്നും പള്ളി ജമാഅത്തിന് പോകണ്ടെന്ന് മസാനി പറഞ്ഞാല് അങ്ങനെയല്ല. ഭക്ഷണം റെഡിയായിട്ട് സമീപത്തുണ്ട്, കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ റെഡിയാണ്. ഇവനാണെങ്കിൽ അസഹ്യമായ വിശപ്പുണ്ട്. എന്നാൽ അസഹ്യമായ വിശപ്പുണ്ട്, ഭക്ഷണം സമീപത്ത് തന്നെ ഉണ്ട് താനും. എന്നാൽ അത് കഴിച്ച് അല്പം വിശപ്പ് അടക്കിയിട്ട് പോയാൽ മതി, അപ്പോഴേക്ക് ജമാഅത്ത് നഷ്ടപ്പെടുകയാണെങ്കിൽ അത് ഉദറാണ് എന്നാ പറഞ്ഞേ. അല്ലാതെ വിശപ്പും ദാഹവും മുത്തലക്കൻ ഉദറാണ് എന്നല്ല. ഇനി വഅമൻ, കണ്ണ് കാണായ്മ. എന്താ, ഒരാൾ അന്ധനാണ്, കണ്ണിന് കാഴ്ചയില്ല, അദ്ദേഹത്തിന് ജമാഅത്ത് ഉദറാണ്. എപ്പോ ഉദറാണ്? ഹൈസു ലം യജിദ് ഖായിദൻ, കൈ പിടിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാളെ അദ്ദേഹത്തിന് കിട്ടുന്നില്ല. ഒരു പക്ഷേ സ്വന്തം ആളില്ല, കൂലി കൊടുത്ത ആളെ കിട്ടും, കൂലി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാശില്ല, അല്ലെങ്കിൽ കാശൊക്കെ ഉണ്ട്, കാശ് കൊടുത്താലും നേരത്തിന് തന്നെ പള്ളിയിൽ എത്തിച്ച് തിരിച്ചെത്തിക്കാൻ പറ്റുന്ന ഒരാളെ, പണിക്കാരനെ കിട്ടാനില്ല. എന്നാൽ അവന് സംഗതി അവന് വടിയുത്തി പോകാൻ അറിയും, എന്നാലും എതിറാണ്. മനസ്സിലായില്ലേ? കണ്ണെട്ടുന്ന ആളുകൾ, കണ്ണില്ലാത്ത ആളുകൾക്ക് കണ്ണുള്ള നമ്മളെക്കാട്ടിലും ഓർമ്മശക്തിയും ശ്രദ്ധയുമായിരിക്കും. അപ്പൊ അവർക്ക് കൃത്യമായിട്ട് എവിടെയാണ് മതിലുള്ളത്, എവിടെയാണ് വേലിയുള്ളത്, എവിടെയാണ് കുഴിയുള്ളത്, എവിടെയാണ് വരമ്പുള്ളത് ഒക്കെ നന്നായിട്ട് നമ്മളെക്കാട്ടിലും അറിയും. വടിയും കുത്തി ഇങ്ങനെയാണ് പോവുക. പോകാൻ പോകുന്നത് നല്ല തന്നെ, പക്ഷേ പോയില്ലെങ്കിൽ അയാൾക്ക് എഴുതാണ്. അതേ സമയത്ത് ഒരു കണ്ണുള്ള ആള് തന്റെ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുപോകാനും തിരിച്ചു കൊണ്ടുവരാനും പറ്റുന്ന ഒരാൾ സൗജന്യമായി ഉണ്ട്. അത് മക്കളോ ബന്ധപ്പെട്ടവരോ ഉണ്ട്. അതല്ലെങ്കിൽ വേറൊരാൾ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു. അതല്ലെങ്കിൽ കൂലി കൊടുക്കാൻ അയാൾക്ക് കഴിയും, ആളെയും കിട്ടാനുണ്ട്, എന്നാൽ പോകണം, എതിറില്ല. അങ്ങനെ ഇല്ല, ഒരാളെ അതിന് ഉപയോഗപ്പെടുത്താൻ സൗകര്യപ്പെടൂല. എന്നാൽ വടികുത്തി പോകാൻ പറ്റുമെങ്കിൽ പോലും അയാൾക്ക് ജമാഅത്ത് ഉപേക്ഷിക്കാൻ എതിറാവുന്നു. പിന്നെ അതാ പറഞ്ഞു, വടികുത്തി നടക്കാൻ അയാൾക്ക് വെക്കൂ, എന്നാലും ഉജറത്ത് മിസ്ര് കൊടുത്തിട്ട് ഒരാളെ കിട്ടാനില്ല, അല്ലെങ്കിൽ ആളൊക്കെ കിട്ടാണ്ട് ഇയാളെ അതിന് സാമ്പത്തികമായി കഴിവില്ല, എന്നാൽ എതിറാവുന്നു. അത്രയും പറഞ്ഞ് തീർത്തു. കണ്ടോ, അത് പോരല്ലോ.
ഇനി കുറച്ചുകൂടി നമ്മൾ പറയാം. ഇനി പറയണത് കിതാബിലല്ല, ഹാസിയാണ്. പക്ഷെ അത് കൂടാതെ കഴിയില്ല. കാരണം ജമാഅത്തിന്റെ ഉഴുതുകൾ എവിടെ എത്തിയിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. നോക്കുക, ബഖിയ മിനൽ അഅ്സാരി, ജമാഅത്തിന്റെ ഉഴുതുകളിൽ ബാക്കി വന്നിരിക്കുന്നു കുറെ ഉണ്ട്. അതിൽപ്പെട്ട ചിലത് പറയാം. ഒന്ന്, അക്ലു മുന്തിനിൻ, ദുർഗന്ധമുള്ള വല്ല ഭക്ഷ്യവസ്തുക്കളും ഉപയോഗിക്കുക. കബസ്വലിൻ ഔ സൂമിൻ ഔ ഖുറാസിൻ. ആണോ, വെളുത്തുള്ളി, മറ്റേ ചുവന്നുള്ളി, അല്ലെങ്കിൽ ഖുറാസ് എന്ന് പറയുന്ന ആ ഇല, ഇങ്ങനെ ദുർഗന്ധം വരുന്ന വസ്തു ഭക്ഷിച്ചു. തൽക്കാലം പേസ്റ്റോ അതുപോലത്തെ അല്ല പൽപ്പൊടികളോ ഒന്നും ഉപയോഗിച്ചുകൊണ്ട് തേച്ച് ആ ദുർഗന്ധം നീക്കാൻ സൗകര്യമില്ലാത്ത സാഹചര്യത്തിൽ അവന് ജുമാ ജമാഅത്തുകൾക്ക് അത് എഴുതറാണ്. മനസ്സിലായില്ലേ? അത് കഴിച്ചു എന്നതുകൊണ്ട് അലലിത്തരാഹുദറല്ല, ഇങ്ങനെ കഴിച്ചു. പക്ഷേ ജമാഅത്ത് നഷ്ടപ്പെടുന്നതിന് മുമ്പ് തന്റെ കൈവശത്തിൽ നല്ല തരം പൽപ്പൊടികളുണ്ട്, അതല്ലെങ്കിൽ പേസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ നല്ല അറാക്ക് പോലത്തെ നല്ല സുഗന്ധമുള്ള ഈ മിസ്വാക്കുകളുണ്ട്. അതുകൊണ്ട് നന്നായി ഒന്ന് വായി കഴുകി വൃത്തിയാക്കിയാൽ ആ ദുർഗന്ധം പോകും. അതിന് സമയമുണ്ട്. എന്നാൽ അത് എഴുതറല്ല. അതില്ല എങ്കിൽ അത് എഴുതറാൻ. ഇത് ഭക്ഷിക്കുക മാത്രമല്ല, പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് വെറ്റില മുറുക്കുന്നവര്, ചുരുട്ട് വലിക്കുന്നവര്, സിഗരറ്റ് വീടി പോലെയുള്ള പുകവലിക്കുന്ന ദുസ്വഭാവമുള്ളവര് അത് ഉപയോഗിച്ചാൽ പുകവലിക്കുകയോ അതല്ലെങ്കിൽ ഈ മുറുക്കുകയോ ഒക്കെ ചെയ്ത ആളുകളുടെ വായി, മുറുക്കിയ ആളുകളുടെ വായി മുറുക്കുമ്പോൾ ചീത്തവാസന വല്ലാതെ ഉണ്ടാവുകയും തോന്നൂല. അവരുടെ വായിന്റെ ദുർഗന്ധം അനുഭവിക്കാൻ സുബഹിക്കാം. ഇങ്ങനെ സമീപത്തിരിക്കുന്ന ആൾക്ക് സഹിക്കാൻ കഴിയാത്ത അസഹ്യമായ ദുർഗന്ധം വരുന്നുണ്ടെങ്കിൽ ആ വാസനയോടുകൂടി അവൻ പള്ളിയിൽ പോകണ്ട, ജുമാക്കും പോകണ്ട, ജമാഅത്തിനും പോകണ്ട. കാരണം ഉദ്റാൻ അള്ളാഹുവിന്റെ മലായിക്കത്തുകൾക്കും പള്ളിയിൽ ജമാഅത്തിന് ഒരുമിച്ച് കൂടിയ സത്യവിശ്വാസികൾക്കും അവനെ കൊണ്ട് പ്രയാസമുണ്ടാകും. അപ്പൊ അവന് കിട്ടിയ കൂലിയല്ല, മറിച്ച് കുറ്റാണ്. ഈ മോമിനിയങ്ങളെയും മലായിക്കത്തുകളെയും ഈ ദുർഗന്ധം കൊണ്ട് വിഷമിപ്പിക്കുന്നതിനാൽ വരുന്ന കുറ്റം ഈ ജമാഅത്ത് കൊണ്ടുള്ള കുറ്റുന്ന കൂലി നോക്കിയാൽ ലാഭവും കഴിച്ചിട്ട് നട്ടാണ് ഇക്കാരുണ്ടായ, മുടക്ക് മുതൽ ബാക്കി ഉണ്ടാവില്ല. അപ്പൊ അത് എഴുതാൻ. അപ്പോ കഴിയുന്നതും നമ്മൾ അത് ഒഴിവാക്കണം. ഹറാമാണെന്ന് നമ്മൾ ഒറ്റയടിക്ക് ഫത്വ പറയുന്നില്ല പുകവലി. എന്നാലും അതൊരു മോമിനിയങ്ങളായ ആളുകൾ പിന്തുടരാൻ പറ്റുന്ന ഒരു സൽസ്വഭാവമല്ല, ദുർഗുണമാണ്. അത് നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ്. ഇന്ന് അൽഹംദുലില്ലാഹ് വലിയൊരു ഭാഗം ആളുകളും അത് ഉപേക്ഷിച്ചു കഴിഞ്ഞു. കുറച്ചു മുമ്പൊക്കെ കല്യാണത്തിങ്ങളൊക്കെ എത്തിയാല് അവിടെ പ്ലേറ്റിൽ ഇങ്ങനെ സിഗരറ്റ്, വീടി, ചുരുട്ട്, അത് കത്തിക്കാനുള്ള ഉപകരണങ്ങൾ ഇങ്ങനെ പബ്ലിക്കിൽ വെക്കല. ആണ് ചെന്ന് കയറുമ്പോ തന്നെ ഒന്ന്, പോരുമ്പോ ഒന്ന്, ചില ബളവന്മാരെ 2-3 എടുത്തിട്ട് കീശയിൽ താത്തും ചെയ്യും. അതൊക്കെ പോയി വായിപ്പോയി. കുറെ ആളുകൾ അത് ഒഴിവാക്കുകയും ചെയ്തു. പക്ഷേ പണ്ട് ചങ്ങായി പറഞ്ഞേക്ക, എങ്ങനെ ചെറുപ്പക്കാരിൽപ്പെട്ട വലിയൊരു ഭാഗം ഒഴിവാക്കിയത് പണ്ടൊരു ചങ്ങായി പറഞ്ഞു, ഞാനിപ്പോ വേണ്ടാതിനൊക്കെ ഒഴിവാക്കി. അല്ലല്ല, ഞാൻ രാശിയ വായിക്കണത്. ഫത്തുൽ മീൻ കഴിഞ്ഞില്ലേ? ഫത്തുൽ മീനിൽ അത് കഴിഞ്ഞു. ഫത്തുൽ മീനിൽ ഒരുപാട് വെള്ളുകൾ പറയാൻ ബാക്കിയുണ്ട്. അതൊന്നും ഫത്തുൽ മീൻ പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇതന്നെ ഉള്ളൂ എന്ന് മനസ്സിലാക്കേണ്ടതിനൊക്കെ ചുരുക്കം ചിലത് വായിക്കാണ്. ഞാൻ ഇപ്പൊ വേണ്ടാതിനൊക്കെ ഒഴിവാക്കി, ഇപ്പം പാപ്പട്ടി റഹ്മാന്റെ കൂടെയാണ് എന്ന കോലത്തിലാണ് ചില ചെറുപ്പക്കാരൊക്കെ ഇപ്പോൾ പുകവലി ഒഴിവാക്കി. എന്ന് പറഞ്ഞാൽ പുകവലി ഒഴിവാക്കിയിട്ട് അവരിപ്പോ എന്താ ചെയ്യണമെന്ന് വെച്ചാല് ഒന്നിരിക്കൽ മയക്കുമരുന്ന്, അതല്ലെങ്കിൽ ആൻസ് എന്നിവ ഉപയോഗിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഒരു പടി മേപ്പെട്ട കീപ്പട്ടല്ല.
ഏതായാലും ദുർഗന്ധമുള്ള പുകവലി, മുറുക്കാൻ തുടങ്ങിയത് ഉൾപ്പെടെ ദുർഗന്ധമുള്ള ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ചവർക്ക് ജുമാ ജമാഅത്തിന് ഉൾറാണ് എന്ന് പറഞ്ഞ എപ്പോഴാണ്? അത് വൃത്തിയാക്കി ജമാഅത്തിൽ പങ്കെടുക്കാൻ സൗകര്യം ഇല്ലാത്ത സാഹചര്യത്തിൽ ജമാഅത്ത് ഒരു ഉൾറാണ്. കണ്ടോ, ഭക്ഷണം അതുപോലെ തന്നെ ഈ പുകവലി പോലത്തത് കൊണ്ടുള്ള ദുർഗന്ധം മാത്രമല്ല ഉദറ്, ദേഹത്തിലോ വസ്ത്രത്തിലോ ദുർഗന്ധമുള്ളവർക്കും ഉദറ് തന്നെ. ഔ, അത് നമ്മളെ നാട്ടിലത് വല്ലാതെ അറിയില്ല. ഇവിടെ ചില ആളുകളുണ്ട്, ചില ജിൻസിയെ തന്നെ പേര് ഞാൻ പറയില്ല, ശരിക്ക് പേസ്റ്റ് അല്ലെങ്കിൽ അറാക്ക് പോലത്തത് ഉപയോഗിച്ച് നന്നായി ബ്രഷ് ചെയ്താൽ വായിന്റെ വാസന ഒരു പരിധി വരെ കുറയും. ആ ഭാഗത്തിന്റെ ഞങ്ങൾ ശ്രദ്ധിക്കൂല. എന്നിട്ട് അടുത്ത് വന്ന് കാണാനൊക്കെ നല്ല ചൊറുക്കുള്ള മനുഷ്യന്മാരെ ഇക്കാരം, പക്ഷെ അടുത്ത് വന്ന് നിന്നാൽ പടച്ചോനെ ആ നിസ്കാരം കൊള്ളാം. ഇയാളുടെ വായിന്ന് വരുന്ന നാറ്റം കൊണ്ട് അടുത്ത് ഇടതുവശത്തും വലതുവശത്തും നിൽക്കുന്ന ആളുകള് പടച്ചോനെ നിസ്കാരം കഴിഞ്ഞിട്ടിയാ മതി ഇനീന്നാവും. അങ്ങനെയുള്ള ഒരു ജുമാക്ക് പോലും എതിറാണ്, ജമാഅത്തിന് പോലും എതിറാണ് ദുർഗന്ധം. ഇനി ചില ആളുകളുടെ വിയർപ്പ് കക്ഷം നാറിയിട്ട് അടുത്തുള്ളവർക്ക് സഹിക്കാൻ കഴിയൂല. ഇനി വേറൊരു ജിൻസിയുണ്ട്, ജിൻസിയുടെ ഒക്കെ പേര് പറയുമ്പോ അതിലൊക്കെ നല്ല മനുഷ്യന്മാരുണ്ടാവും, അവര് പെടരുത് എന്നുള്ള ജിൻസിയെ ഞാൻ പറയാത്തത്. അവർക്കുണ്ട് അടിയിലൊരു ബനിയൻ, അതിന്റെ മുകളിലൊരു ബനിയന്, അതിന്റെ മുകളിൽ ഒരു ഓവർ കോട്ട് ഇട്ടിട്ട് നടക്കുന്ന ഒരു ടീമുണ്ട്. അതങ്ങനെ അവരെ ജിൻസിയന്റെ തന്നെ പ്രത്യേകം. പടച്ചോനെ, അള്ളാഹുവിന്റെ ഭൂമിയിൽ ഉണ്ടായാലേ ആ സാധനം ഒന്നും വെള്ളം കണ്ടിട്ടുണ്ടാവില്ല. അയാളടുത്തൊക്കെ യാത്ര ചെയ്യാനൊക്കെ വണ്ടിയിൽ ഇരുന്നാല് റഹ്മാനായ റബ്ബേ, മുമ്പിലേക്കുള്ള 4 സീറ്റ് വരെയും ബാക്കിലേക്കുള്ള 4 സീറ്റ് വരെയും ഇടത്തോട്ടും വലത്തോട്ടുള്ള 4 സീറ്റ് വരെയും നാറിയിട്ടിരിക്കാൻ കഴിയൂല. ആ ജാതി വിയർപ്പ് നാറ്റം. അവർക്ക് ജുമാക്കും എതിറാണ്, ജമാഅത്തിനും എതിറാണ്. അവരൊന്നും പള്ളിയിൽ കയറ്റാൻ പാടില്ല. അയാള് നിർദോഷിയാണെങ്കിൽ പോലും ജമാഅത്തിനും ജുമാക്കും എതിറാണ്. ഏതുപോലെ ചില ആളുകൾക്ക് എത്ര തന്നെ പല്ല് തേച്ച് എന്ത് സുഗന്ധമുള്ള ഈ വസ്തുക്കൾ ഉപയോഗിച്ചാലും വായനാറ്റം പോവില്ല. ചില ആളുകൾക്ക് എത്ര തന്നെ സോപ്പിട്ട് കഴിയാലും കക്ഷം നാറ്റം പോവില്ല. അവർക്ക് എതിരുണ്ട്. എന്നാലും ജമാഅത്തിനും ജുമാക്കും പങ്കെടുക്കുന്നതിന് എതിർ തന്നെയാണ്. കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട് എന്നതാണ് കാരണം. അതുപോലെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെയൊക്കെ തൊഴിൽ മേഖലയിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, വഹറുഫത്തിൻ ഖബീസ. ചില ദുഷിച്ച തൊഴിലുകളുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ദുർഗന്ധമുള്ള വസ്തുക്കളുമായി നിരന്തരം ഇടപഴകുന്ന ചില തൊഴിലാളികൾ. അവരിങ്ങോട്ട് പള്ളി കയറിയാൽ തന്നെ ആളുകൾ എല്ലാവരും ശ്രദ്ധിക്കും, മണത്തിട്ടേക്കൂല. ഓരൊക്കെ ഒറ്റയ്ക്ക് കൊടുത്തെങ്കിൽ നിൽക്കിച്ചോട്ടെ, പള്ളിക്ക് പോകാൻ പാടില്ല. ഉണ്ടോ, തൊഴിൽ സംബന്ധമാവട്ടെ അല്ലെങ്കിൽ മാറ്റിയാ മാറാത്ത നിരക്കുള്ള കക്ഷം നാറ്റം, വായനാറ്റം പോലെയുള്ള രോഗമുള്ളവരാണെങ്കിൽ പോലും അവർക്കത് എതിർ തന്നെയാണ്. ജുമാക്കും ജമാഅത്തിനും അവർ പോവേണ്ടതില്ല. കണ്ടോ, ആ വാസന ഉണ്ട് എന്നുള്ളത് കൊണ്ടല്ല. എത്ര അത് പോക്കിയിട്ട് പോണില്ല എന്നാ എതിറാണ്. പറ്റുമെങ്കിൽ കഴുകി വൃത്തിയാക്കി അല്ലെങ്കിൽ സുഗന്ധ വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ഈ ദുർഗന്ധം അകറ്റാൻ പറ്റുമെങ്കിൽ അങ്ങനെ വരണം. അതിന് പറ്റൂലെങ്കിൽ അയാൾ വരണ്ട, അയാൾക്ക് എതിറാണ്. ഇനി അതുപോലെ തന്നെ വസൽസലത്ത് ഭൂകമ്പം ഉണ്ടാകുന്നു. ഇടയ്ക്ക് ഇങ്ങനെ ഭൂകമ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. എന്നാ പള്ളിയൊക്കെ വേണ്ട, കാരണം പേടിയാണ്, എതിറാണ്. ഇനി വേണ്ട വസിമനും മുഫ്രിത്തുൻ, അമിതമായ പൊണ്ണത്തടി, നടക്കാൻ കഴിയില്ല അയാളോട്. അങ്ങനെ അയാൾക്ക് സാധാരണഗതിയിലാണെങ്കിൽ അയാൾ പോകുമായിരുന്നു. പക്ഷേ തടിങ്ങിട്ട് കൊഴുത്തിട്ട് നടക്കാൻ വയ്യാതായിട്ട് പൊണ്ണത്തടിയാനായിട്ട് നടക്കുമ്പോത്തിന് 2 അടി നടക്കുമ്പോത്തിന് ഇങ്ങനെ ഭരിക്കുന്ന ശ്വാസം ഭരിക്കുന്നത് കണ്ടാൽ തന്നെ സാധുവിന് ബുദ്ധിമുട്ട്. എന്നാൽ അയാൾ എതിറാണ്, അയാൾക്ക് ജമാഅത്തിന് എതിറാണ്. ഇനി അതുപോലെ തന്നെ
ഒരാൾ മയ്യത്ത് പരിപാലനവുമായിട്ട് ബന്ധപ്പെട്ട ആളാണ്, എന്നാൽ ഞാൻ മയ്യത്ത് കുളിപ്പിക്കുകയാണ്, അതല്ലെങ്കിൽ മയ്യത്ത് കഫൻ ചെയ്യുകയാണ്, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട പരിപാലനത്തിന് അപ്പോൾ ആ പള്ളിക്ക് ഇഖാമത്ത് കൊടുക്കുന്ന കേട്ട്, എന്നാൽ ഇയാൾക്ക് ജമാഅത്തിന് പോകുന്നതിന് എഴുതറാണ്. ഇനി അതുപോലെ തന്നെ ഹംലിഹി മയ്യത്ത് കൊണ്ടുപോകുന്ന ആളാണ്, അപ്പോൾ ആ പള്ളിക്കന്ന് വാങ്ങോട്ട് മയ്യത്ത് ഇവിടെ വെച്ച് കാണുന്നത് ജമാഅത്തിന് പോകേണ്ട ആവശ്യമില്ല. വദഫ്നി അതുപോലെ തന്നെ മറമാടാൻ കൊണ്ടുപോയി, മയ്യത്ത് മറമാടാൻ തുടങ്ങുമ്പോൾ അത് ആ പള്ളിക്കന്ന് ഇഖാമത്ത് കൊടുത്ത് നയിക്കുന്നു, എന്നാല് ഇപ്പൊ അവിടെ ഇട്ടുകാണ്ട് പോരേണ്ട ആവശ്യമില്ല. മയ്യത്ത് മറമാടിയിട്ട് ജമാഅത്ത് കിട്ടിയെങ്കിൽ കിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഒഴിവാക്കാനുള്ളതാണ്. അതുപോലെ തന്നെ ജമാഅത്തിന് പോകുന്ന വഴിയിൽ തന്നെ ബുദ്ധിമുട്ടിക്കുന്ന വിഷമിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ട്, അത് വിഷ്മിക്കാനെ അടിച്ചോളുന്നില്ല. വലൗബിന വിഷത്തുമിൻ ചീത്ത പറച്ചില പോലെയുള്ള കാര്യങ്ങളാണെങ്കിലും മതി. അങ്ങനെ പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും തന്നെ വിഷമിപ്പിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ആ വഴിയല്ലാതെ പോകാൻ നിവൃത്തിയില്ലെങ്കിൽ അയാൾക്ക് ജമാഅത്ത് ജുമാ കുതിറ മാലിമക്കുന്തൂമി മശക്കത്തിൽ തടയാൻ വലിയ പ്രയാസമില്ലാതെ ഇത് തടയാൻ പറ്റുമെങ്കിലും എതിറല്ല, തടയാൻ പറ്റൂല, ഇവരോട് തടയാൻ കഴിയൂല, അത് കേട്ടുകൊണ്ട് പോകുകയല്ലാതെ യാതൊരു നിവൃത്തിയുമില്ല, എന്നാ പോകണ്ട എതിറാണ്. ഇനി അതിലറിഞ്ഞ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഇമാമി അലൽ മശ്റൂഇ കണ്ടോ, ആ പള്ളിക്കത്തെ ഇമാമ് സുന്നത്തായ ഖദറിനെ വിട്ട് വല്ലാതെ നീട്ടും. ചില ഇമാമിങ്ങൾ ഇവിടെ നല്ലോണം ഉണ്ട്. അതായത് ഇമാമിനെ നമ്മൾ പറഞ്ഞ എന്താണ്, മിതമായ ചെറിയ സൂറത്തുകൾ ഓതുക, അതുപോലെ തന്നെ മൂന്നിൽ കൂടാതെ തസ്ബീഹുകൾ ചൊല്ലുക എന്നൊക്കെയാണല്ലോ. ഇവിടെ നിസ്കാരത്തിൽ ഷർത്തും വർന്നും കൂടി പല ഇമാമിയർക്കും അറിയില്ല, എല്ലാരെ പറ്റിയല്ല ഞാൻ പറയുന്നത്. എന്നാൽ അവർക്ക് ഖുർആൻ പോയി സുഫുണ്ടാവും, അത് വെച്ച് കാച്ചു. മഗ്‌രിബിനൊക്കെ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ 25 മിനിറ്റ് ആയാലും നിസ്കാരം കഴിയൂല, കാരണം നീട്ടിയാണ് ഓതും. റുക്കൂയിലൊക്കെ 11 തസ്ബീഹ് ചൊല്ലിയാലും കഴിയൂല, സുജൂദിലും അങ്ങനെ ഖിറാഅത്തിനെ റുക്കൂ സുജൂദ് പോലെയുള്ളതിലുള്ള തസ്ബീഹുകളെ സുന്നത്തായ ഖദറിനേക്കാളും വല്ലാതെ നീട്ടുന്ന ഒരു ഇമാമ് എങ്കിൽ അയാളെ കൂടെ പോകാതെ നിസ്കരിക്കാതെ ജമാഅത്തിൽ പോകാതിരിക്കാൻ അത് ഉസ്റാണ്. കണ്ടോ, ഇവിടെ പലയിടത്തും ബുദ്ധിമുട്ടാണ്. അത് പോയാൽ കയറുന്നല്ല തന്നെ, പോയിട്ടില്ലെങ്കിൽ അയാൾ ജമാഅത്ത് ഒഴിവാക്കിയതിന്റെ പേരിൽ കുറ്റക്കാരനല്ല, അയാൾ മഅ്സൂറാണ്. ഇനി അതുപോലെ വതർക്കിഹി സുന്നത്തൻ മഖ്സൂദ ഖുനൂത്ത്, ഇടയിലത്തഹിയാത്ത്, സൂറത്തോതൽ പോലെയുള്ള പ്രധാനപ്പെട്ട മുഅക്കദായ സുന്നത്തിനെ ഇമാം ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അവിടെ ജമാഅത്ത് ഒഴിവാക്കാൻ മഅ്മൂമിന് ഉസ്റാണ്. എന്ന് പറഞ്ഞാലോ, നമ്മളെ പള്ളിക്കലെ ഇമാമ് ഹംബലി മദ്ഹബുകാരനാണ്, അല്ലെങ്കിൽ ഹനഫി മദ്ഹബുകാരനാണ്. അയാള് സുബൈക്ക് ഓല മദ്ഹബ് അനുസരിച്ച് ഖുനൂത്ത് സുബൈയിലല്ലല്ലോ, വിത്റിലാണല്ലോ, അപ്പൊ ഒരു സുബൈയിൽ ഖുനൂത്തില്ല. മഅ്മൂമാണെങ്കിലോ ഷാഫി മദ്ഹബുകാരനോ മാലിക്കി മദ്ഹബുകാരനോ ആണ്, അവർക്ക് സുബൈയിൽ ഖുനൂത്തുണ്ട്. എങ്കിൽ അയാൾക്ക് പള്ളിയിൽ ജമാഅത്ത് പോകാതിരിക്കാൻ അത് ഉസ്റാണ്. കാരണം എന്താണ്, സുന്നത്ത് മഖ്സൂദത്തിനെ ഉപേക്ഷിക്കുന്ന ഇമാമാണ്. അങ്ങനെയല്ലാത്ത ഖുനൂത്ത് ഓതുന്ന ഒരു ഇമാമിനെ അവിടെ കിട്ടാനില്ല, എന്നാ പള്ളിക്ക് പോണ്ട. അതുപോലെ തന്നെ ഇമാമ് വലിയ സ്പീഡിന്റെ ആളാ, മൂപ്പര് 180 ചവിട്ടുക. മൗമൂമാണെങ്കിൽ അതിന് ഞാനത്താ വായിക്കണ ഈ ശരിയെ ടെസ്റ്റ് അടിക്കാൻ പത്തോൽമേനല്ല. ഇത് പിന്നെ കൂടാതെ കഴിയാത്തത് കൊണ്ട് ഏതാണ്ട് 4-5 എഴുതുർ പറഞ്ഞ് വിട്ട് ബാക്കി എണ്ണമറ്റ എഴുതുറുകൾ ഉള്ളത് കുറച്ചെന്നെങ്കിലും പറയാൻ ഞാൻ പറ്റൂലല്ലോ എന്നുള്ള നിലക്കാണ് ഇവിടെ എന്ത് ചെയ്തത്. ഫത്തുൽമിന്റെ പുറമെ ഈ ആയനത്ത് തെർശയിൽ ഇതിലേറെ പറഞ്ഞാണ്, അതിനോ ഉക്പാടൊന്നുമില്ല, കുറച്ചെന്തെങ്കിലും പറയണല്ലോ എന്നുള്ള നിലക്ക്. മൗമൂമ് വളരെ പതുക്കെ ഓതാൻ കഴിയുള്ളൂ, അയാൾ അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. ഇമാമാണെങ്കിലോ അതി സ്പീഡുകാരനുമാണ്. എന്നാൽ ഈ മൗമൂമിന് ജമാഅത്തിൽ പങ്കെടുക്കാതിരിക്കാൻ അത് ഉസ്റാണ്. ഇനി അതല്ലെങ്കിൽ ഇമാം ആരാണ്, മയ്യക്റഹുൽ ഇഖ്തിദാഉ ബിഹി, തുടർച്ച കറാഹത്താവുന്ന ആളാണ്. അത് പണ്ട് നമ്മൾ പറഞ്ഞല്ലോ, തുടർച്ച കറാഹത്താവുന്ന ആള് ഇമാമ് ഫാസിഖാണ്. അതിന്റെ പേരിൽ ജമാഅത്തിൽ പങ്കെടുക്കാതിരിക്കാൻ മൗമൂമിങ്ങൾക്ക് ഉസ്റുണ്ട്. അല്ലെങ്കിൽ ഇമാമ് മുബ്തദിയാണ്.
എന്നാൽ അതിന്റെ പേരിൽ ജമാഅത്തിൽ പങ്കെടുക്കാതിരിക്കാൻ ഉദറുണ്ട്. നമ്മളടുത്ത പള്ളിക്കലുള്ള ഇമാമ് വഹാബിയ, അയാൾ അവിടെ അല്ലാത്ത സുന്നികളൊന്നും അവിടെ ഇമാമിങ്ങളില്ല. എന്നാൽ ആ ജമാഅത്തിൽ പങ്കെടുക്കാതിരിക്കാൻ അത് ഉദറാണ്. മാത്രമല്ല മദ്ഹബ് സംബന്ധമായ ഖിലാഫും ഉദർ തന്നെ. മനസ്സിലായോ? ജമാഅത്ത് അവിടെയൊക്കെ സഹിയാവുമെങ്കിലും ജമാഅത്ത് ഒഴിവാക്കുന്നതിന് ഉദറാണ്. ഉദാഹരണം, അവിടുത്തെ ഇമാമ് ഹനഫിയാണ്, ഇയാളാണെങ്കിൽ ഷാഫി മദ്ഹബുകാരനാണ്. എന്നാൽ ആ ഹനഫി മദ്ഹബുകാരനായ ഇമാമിനോട് തുടരാൻ പോകാതെ താമസ സ്ഥലത്ത് വെച്ച് ജമാഅത്തായിട്ട് നിസ്കരിക്കാം. പള്ളിയിൽ എന്താണ്, പള്ളിയിലേക്ക് ജമാഅത്തിന് പോകാതിരിക്കാൻ അയാൾക്കത് ഉദറാവും. അതുപോലെ അത് നേരത്തെ പറയേണ്ട ഒരു വിഷയമായിരുന്നു. പെണ്ണുങ്ങൾക്ക് പള്ളിയേക്ക് പോകാൻ പാടില്ലായിരുന്നു. ഫിത്നയെ തൊട്ടിട്ട് അമ്നുണ്ടെങ്കിൽ പോലും യുവതികളല്ല, കാണാൻ സൗന്ദര്യമുള്ളവരല്ല, ഫിത്നയെ തൊട്ട് നിർഭയത്വമുണ്ട് എങ്കിൽ പോലും പെണ്ണിന് കറാഹത്താണെന്ന് പറഞ്ഞതുപോലെ നല്ല സുന്ദരന്മാരായ ആൺകുട്ടികൾ അവർക്ക് ജമാഅത്തിന് പോകുന്നതിന് ഉദറാണ്. അവർ വീട്ടിൽ നിൽക്കിച്ചാൽ മതി. ഹറാമാണെന്ന് ഒറ്റടിക്ക് നമ്മൾ പറയുന്നില്ലെങ്കിൽ പോലും പെണ്ണിനെ പോലെ തന്നെ അല്ല, ചിലപ്പോൾ പെണ്ണിനേക്കാൾ കൂടുതൽ ഫിത്നയാണ്. അമ്രത് എന്ന് പറഞ്ഞാൽ കോമളബാലൻ എന്നാണ് അതിന് ഒറ്റ വാക്കിൽ അർത്ഥം പറയാ. നമുക്കൊക്കെ തിരിയും. അതായത് താടി മീശി മുളച്ചിട്ടില്ലാത്ത കാണാൻ ചൊർക്കുള്ള ആൺകുട്ടികൾ, അവർക്ക് ജമാഅത്തിന് ഉദർ അവർ പെരെ നിൽക്കിച്ചാൽ മതി. ഞാൻ അതുമല്ല, ഈ പള്ളിക്കൽ ഓൻ പല്ല് അറിഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവിടെ കോളേജിലെ അല്ലെങ്കിൽ അവിടുത്തെ ബോർഡിങ്ങിലെ കുട്ടികൾ എപ്പോഴും അവിടെ പള്ളിയിൽ ജമാഅത്തിനുണ്ടാവും. അതിലാണെങ്കിലും നല്ല അത്യാകർഷകമായ സൗന്ദര്യമുള്ള കുട്ടികൾ ഉണ്ടാവും. ഓലോട് പോകണ്ടെന്ന് പറഞ്ഞാൽ ഓല് പോകാൻ ഓരോ പള്ളിയാണ്. അപ്പൊ പിന്നെ കണ്ടോ, അങ്ങനത്തെ കുട്ടികളടുത്ത് നിന്നേ നിൽക്കിരിക്കേണ്ടി വരിക. അല്ലെങ്കിൽ മുന്നിലുണ്ടാവും, അല്ലെങ്കിൽ അടുത്തുണ്ടാവും, അല്ലെങ്കിൽ വലത്തുണ്ടാവും. ഇപ്പൊ ഈ കുട്ടികളിലേക്ക് അറിയാതെ നോക്കിപ്പോവും നമ്മള്. എങ്കിൽ ഈ വ്യക്തിക്ക് ജമാഅത്തിൽ പങ്കെടുക്കുന്നതിന് ഇവനും ഉദറാണ്. ഉണ്ടോ? ഇങ്ങനെ ഇനി ഒരുപാടുണ്ട്. തർശീൽ ഇനിയും പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി അറിവില്ലല്ലോ, ഇനിയും വിശേഷം പലതുണ്ട്. അറിവില്ല രോഗരെ പൊയ്യൊന്നു ചൊല്ലാതെ അധികം അറിയുവാൻ കൊതിയുള്ള രോഗരെ അറിവാക്കന്മാരോട് ചോദിച്ചു കൊള്ളുവീരേ എന്ന് പറഞ്ഞില്ലേ. അതാ ഞാൻ ഇത്രന്നെ ഉള്ളൂ എന്ന് കരുതണ്ട, ഇനിയും എതിറുകളുണ്ട് എന്നല്ല മഹാന്മാരായ ഇമ്മത്ത് പറഞ്ഞത്. ഇത്രയെ എതിറ് എന്ന് കൃത്യമായി എണ്ണി തീർക്കാൻ കഴിയില്ല. ആളുകളുടെയും അവസ്ഥയുടെയും അനുസരിച്ച് മാറ്റമനുസരിച്ച് എതിറുകൾ വ്യത്യാസപ്പെട്ടു വരും. ഇങ്ങനെയുള്ള എതിറുകൾ ഉണ്ടെങ്കിൽ ജുമാ ജമാഅത്ത് ഒഴിവാക്കൽ അനുവദനീയമാണ് എന്ന് പറഞ്ഞാൽ എന്താ? അഞ്ഞു പത്തൊൻമീനാ പറയുന്നത് കേട്ടാ. പറയുന്നത് പത്തൊൻമീന. തമ്പിയൂൻ ഇന്നഹാദിഹിൽ ആധാർ, നമ്മൾ ഈ എണ്ണി പറഞ്ഞ ഈ എഴുതുറുകളൊക്കെ അതുപോലുള്ള മറ്റെഴുതുറുകളും ഈ എണ്ണി പറഞ്ഞ മാത്രമല്ല, വലിയ വലിയ കിതാബുകളിൽ ഇനിയും പറഞ്ഞിട്ടുണ്ട്. തന്നെയല്ല, വലിയ കിതാബിൽ തെർശിയിൽ തന്നെ ഇതിലേറെ പറഞ്ഞിട്ടുണ്ട്. ഈ പറയപ്പെട്ട എഴുതുറുകളൊക്കെ തംനഉ കറാഹത്ത തർക്കിഹ, ഈ പറയുന്ന എതിറുണ്ടെങ്കിൽ ജമാഅത്തിന്റെ കൂലി പെരേന്ന് കിട്ടുന്നല്ല, മറിച്ച് എന്ത് കിട്ടും? എതിറ് കാരണം ഒരാൾ ജമാഅത്തിൽ പങ്കെടുക്കാതിരുന്നാൽ ജമാഅത്ത് ഉപേക്ഷിച്ചതിനാലുള്ള കറാഹത്ത് ഉണ്ടാവൂല. കറാഹത്ത് ഉണ്ടായാൽ എന്താ നമ്മൾ പറഞ്ഞല്ലോ, പേടിച്ച് പരിഭ്രമിച്ച് വിഷമിച്ച് നിൽക്കുന്ന മശറ മരുഭൂമിയിൽ ഓരോ സെക്കൻഡും നിർണായകമായ സമയത്ത് ഭീകരമായ രീതിയിൽ വിചാരണ ചെയ്യപ്പെടും. നീ എന്തുകൊണ്ടത് ചെയ്തില്ല എന്ന് അതിന്റെ പേരിൽ നരകത്ത് പോകേണ്ടി വരില്ല എന്ന് അറിഞ്ഞിട്ടില്ല. ആ സാഹചര്യത്തിൽ, ആ ഭയാനകമായ ആ സാഹചര്യത്തിലുള്ള ചോദ്യം ചെയ്യൽ തന്നെ ഒരു അതാപാണ്. അതിന്ന് ഒഴിവായിക്കിട്ടൂന്ന്, ഈ കറാഹത്തിന്ന് ഒഴിവായിക്കിട്ടും. എപ്പോ? ഹൈസു സന്നത്ത്, ജമാഅത്ത് സുന്നത്താണെന്ന് പറയുമ്പോൾ ആ സുന്നത്താവുന്ന സാഹചര്യത്തിൽ ഈ ജമാഅത്ത് ഒഴിവാക്കിയാൽ ഈ എഴുതുറ് കാരണമാണെങ്കിൽ കറാഹത്ത് ഒഴിവായിക്കിട്ടൂന്ന്.
അതേ സമയത്ത് ഈ ഇസ്മുഹു ഈ ഉപേക്ഷിച്ചതിന്റെ കുറ്റം ഒഴിവായി കിട്ടും. ഹൈസു വജബത്ത് ജമാഅത്ത് ഉജൂബാവ് എന്ന് പറഞ്ഞാൽ ജുമാക്കാണെങ്കിൽ ജമാഅത്ത് ഉജൂബാണല്ലോ. അതല്ലെങ്കിൽ ഫർദ് കിഫായിയാണ്. അറിയപ്പെടുന്ന നിലക്ക് ആ നാട്ടിൽ ഒരു ജമാഅത്ത് നടക്കണമെങ്കിൽ ഇവൻ പോകണം, ഇവൻ പോയില്ലെങ്കിൽ അവിടെ ആ ജമാഅത്ത് നടക്കൂല എന്ന് വന്നാൽ ഫർദ് കിഫായ ഒഴിവാക്കിയതിന്റെ വല്ല കുറ്റം ഉണ്ടാവുമല്ലോ, ആ കുറ്റം ഒഴിവാവും. ജുമയാണെങ്കിൽ ഫർദാണല്ലോ, ആ ഫർദ് ഒഴിവാക്കിയതിന്റെ പേരിൽ കുറ്റം ഒഴിവാവും. ഇതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. എന്നല്ലാതെ എന്തല്ല വലാ തഹ്സുലു ഉസ്റു കൊണ്ട് ജുമായോ ജമാഅത്തോ ഒഴിവാക്കിയവന് കരസ്ഥമാവുകയില്ല. ഫളീലത്തുൽ ജമാഅത്തി ജമാഅത്തിൽ പങ്കെടുത്ത് നിസ്കരിച്ചതിന്റെ കൂലിട്ടൂല, അത് വേറെ തന്നെയല്ല. അത് നേരത്തെ ആശയക്കാരൻ പറഞ്ഞിട്ടുണ്ട്, ജമാഅത്തിന് ഉസ്റ് എന്ന് പറഞ്ഞ പള്ളിക്കൊക്കെ പോണതിന്റെ ഉസ്റാണ്. ആ ഉസ്റുള്ളതോട് കൂടി തന്നെ തന്റെ വീട്ടിൽ വെച്ച് ജമാഅത്തായി നിസ്കരിച്ചാൽ ജമാഅത്തിന്റെ ഫളീലത്ത് കിട്ടും എന്ന്. ഈ ഉസ്റ് കൊണ്ട് പള്ളിയിൽ പോണില്ല, എന്നാൽ ഉസ്റുള്ളത് കൊണ്ട് പോകാത്ത സാഹചര്യത്തിൽ വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ ജമാഅത്തിന്റെ ഫളീലത്തോന് കിട്ടും. ജമാഅത്തായി നിസ്കരിച്ചാൽ അതിപ്പോ റൂമുകളിലൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ സമീപത്തുള്ള പള്ളിയിലുള്ള ഇമാമ് ഖുനൂത്ത് ഓതാത്ത ആളാണ്, റൂമിൽ 2-3 ആളുണ്ട്, അതിൽപ്പെട്ട ഒരാൾ ഇമാമും മറ്റൊരു മൗമുമായിട്ട് നിസ്കരിച്ചാൽ പള്ളിയിലെ ജമാഅത്തിന് പങ്കെടുക്കാത്ത കറാത്ത് വരൂല്ല. വീട്ടിൽ നിന്ന് ജമാഅത്തായി നിസ്കരിച്ച ജമാഅത്തിന്റെ കൂലി കിട്ടുകയും ചെയ്യും. ഇനി അങ്ങനെയല്ല, ഭാര്യയും ഭർത്താവുമാണ് വീട്ടിൽ റൂമിലുള്ളത്, പള്ളിയിൽ പോയാൽ ഈ നിരക്ക് ഒന്നിരിക്കൽ ഖുനൂത്ത് ഇമാമാണ് അല്ലെങ്കിൽ മുത്തദിയായ ഇമാമാണ്. ഖുനൂത്ത് ഓതാത്തോണ്ട് മുത്തദിക്കൊള്ളുന്നില്ല. അതിനാണ് ഞാൻ പറഞ്ഞത്, ഹംബലികളോ ഹനഫികളോ ആണ് ഇമാമിങ്ങൾ, സുന്നികൾ തന്നെയാണ്. പക്ഷെ അവരെ മദ്ഹബനുസരിച്ച് സുബഹിയിൽ ഖുനൂത്തില്ല, സുന്നത്ത് മഖ്സൂദത്ത് ഒഴിവാക്കുന്ന ആളാണ്. അല്ലെങ്കിൽ മുത്തദിയാണെങ്കിൽ പിന്നെ ഏതായാലും ആളോട് തുടരൽ കറാത്താണല്ലോ. അങ്ങനെ പോകാതെ നിൽക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഭാര്യയും ഭർത്താവും ജമാഅത്തായി നിസ്കരിച്ചാൽ പള്ളിയിൽ പോകാത്ത കറാത്ത് വരൂല്ല, ജമാഅത്തിന്റെ കൂലി കിട്ടും ചെയ്യും. അപ്പോ പോകാതെ പെരയുന്ന റൂമെന്നോ ഒറ്റക്ക് നിസ്കരിച്ചാൽ ഈ കറാത്തിന് ഒഴിവായി കിട്ടും, കുറ്റത്തുനിന്ന് ഒഴിവായി കിട്ടും എന്നല്ലാതെ ജമാഅത്തിൽ പങ്കെടുത്ത പുണ്യം കിട്ടൂല എന്ന് ഞാൻ പറയല്ല. കമാകാലൻ നവവിയു ഫിൽ മജ്മുഇ, മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി തന്റെ ശറഹുൽ മുഹദ്ദബിൽ അതിന്റെ ഫളീലത്ത് കിട്ടൂല, കറാത്ത് ഹറാമിൽ നിന്നിട്ട് രക്ഷപ്പെടുകയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വഖ്താറ ഗൈറുഹു, നബി ഇമാം റളിയല്ലാഹു തആല അൻഹു തങ്ങളല്ലാത്ത മറ്റ് ചില ഇമാമിയങ്ങൾ മുഖ്താറാക്കിയിട്ടുണ്ട് ഒരഭിപ്രായത്തെ. എന്താണത്? അലൈഹി ജമ്മു മുതഖദ്ദിമൂൻ, മുൻഗാമികളായ ഒരു സംഘം ഇമാമിയങ്ങൾ ആ അഭിപ്രായക്കാരാണ്. അങ്ങനെയുള്ള ഒരു അഭിപ്രായത്തെ മറ്റ് ചില ഇമാമിയങ്ങൾ മുഖ്താറാക്കിയിട്ടുണ്ട്. എന്താണത്? മിൻ ഹുസൂലിഹാ, ഈ ജമാഅത്തിൽ പങ്കെടുത്ത പ്രതിഫലം തന്നെ കിട്ടൂന്ന്. എപ്പോ? അതിന് ഷർത്തുണ്ട്. ഇൻ ഖസദഹാ ലൗലൽ ഉസ്റു, ഈ ഉസ്ർ ഇല്ലായിരുന്നു എങ്കിൽ ഞാൻ പോകുമായിരുന്നു എന്ന നിയ്യത്തുണ്ടെങ്കിൽ, ഞാൻ ഇങ്ങനെ ഉസ്റുള്ളത് കൊണ്ടാണ് പോകാത്തത്, ഉസ്ർ ഇല്ലെങ്കിൽ എനിക്ക് പോകണമായിരുന്നു എന്ന നിയ്യത്തുണ്ടെങ്കിൽ ജമാഅത്ത് ഒഴിവാക്കിയ കറാഹത്ത് അല്ലെങ്കിൽ ഹറാമിൽ നിന്ന് ഒഴിവാകുന്നതിന്റെ പുറമെ ജമാഅത്തായി നിസ്കരിച്ച കൂലി തന്നെ കിട്ടൂന്ന്. മനസ്സിലായില്ലേ? ജമാഅത്ത് ഒഴിവാക്കിയ കൂലി എന്താ നിയ്യത്ത് കൊണ്ട് കിട്ടുന്ന? ഇയാൾ എന്നും പോണ ആളാണ്, സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന ആളാണ്. ഇന്ന് പോകാത്തത് ഇങ്ങനെയുള്ള ഉസ്റുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ എല്ലാ വക്തിലും പോകുന്ന ആളാണ്. പക്ഷെ സുബൈക്ക് ഇയാൾ പോകാത്തത് ഈ ഖുനൂത്ത് അയാൾ ഓതുന്നില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാ. അയാൾ ഖുനൂത്ത് ഓതുകയാണെങ്കിൽ നമുക്കും പോകാമായിരുന്നു എന്ന ആഗ്രഹം അയാൾക്കുണ്ട്. എന്നാൽ ജമാഅത്തിൽ പങ്കെടുത്ത കൂലി തന്നെ കിട്ടും എന്ന് അവിടെ കഴിഞ്ഞു. ഇനി വേറെ ഖാലഫിൽ മജ്മുഇ, ഇമാം നവവി റഹ്മഹുല്ലാഹ് തങ്ങൾ തന്റെ മജ്മുഇൽ പറയുന്നു, യുസ്തഹബ്ബു, സുന്നത്താക്കപ്പെടും. അതിന് വേറെ വിഷയ, ജുമാന്റെ ബാബിലാണ് സാധാരണ എല്ലാവരും പറയല്, ആയിക്കോട്ടെ ഇവിടെ തന്നെ പറഞ്ഞുള്ളൂ. ലിമൻ തറക്കൽ ജുമുഅത്ത, ഒരു ജുമാ നിസ്കാരം ഉപേക്ഷിച്ചൊരു വ്യക്തിക്ക് എങ്ങനെ ഉപേക്ഷിച്ചു ബിലാലിൻ കേട്ടോ. നേരത്തെ പറഞ്ഞ ഉസ്റുകളിൽപ്പെട്ട ഒരു ഉസ്റും ഇല്ല. ഓനെന്താക്കി, രാത്രി ഇങ്ങനെ ഹാഹൂ എന്നും പറഞ്ഞ് തൊള്ളിയും കാട്ടി നടന്ന് സുബൈ ആകാൻ സമയത്താണെങ്കിൽ സുബൈന്റെ സമയത്താണ് കിടന്നുറങ്ങിയ. അവസാനം ഓൻ കണ്ണീച്ച് ഉണർന്നു നോക്കുമ്പം 2 മണിയായിന്ന്. എന്നപ്പോ ഉസ്റ അല്ലല്ലോ. കാരണം എന്താ? എന്റെ മനഃപൂർവ്വമുള്ള വീഴ്ച കൊണ്ട് ഫർളായിരിക്കുന്ന ഒരു കാര്യം നഷ്ടപ്പെടുത്തിയതാ. ഇങ്ങനെ ഉസ്റൊന്നും ഇല്ലാതെ ഒരു ജുമഅയെ ഒരാൾ നഷ്ടപ്പെടുത്തി എന്നാൽ അയാൾക്ക് സുന്നത്താക്കപ്പെടും. തൗബ ചെയ്യണം. വൻദോഷാണ് ചെയ്തത്, തൗബ ചെയ്യണം.
ആ തൗബ സ്വീകരിക്കാൻ വസീല എന്നുള്ള ദീനാരിൻ, ഒരു ദീനാറ് സദഖ ചെയ്യണം. അത് സുന്നത്തുണ്ട്. ഇനി അതിന് കഴിയാത്തവരാണെങ്കിൽ ഔനുസ്ഫഹു, അര ദീനാറെങ്കിലും സദഖ ചെയ്യണം. എന്തിനാ? ചെയ്ത തെറ്റ് തൗബ ചെയ്യണം. ഈ തൗബ ചെയ്യുമ്പോ തൗബ കബൂലാക്കാൻ സഹായകമാണ് സദഖ. സദഖ ചെയ്തുകൊണ്ടുള്ള ദുആക്ക് ഇജാബത്ത് ഇപ്പം കിട്ടും. അപ്പൊ ദോഷം പൊറുക്കാൻ അത് സഹായകമാകും. ബിഖബരി അബീ ദാവൂദ വൈരിഹി, ഇമാം അബൂദാവൂദ് തങ്ങളും മറ്റും റിവായത്ത് ചെയ്യുന്ന ചില ഹദീസുകളിൽ അങ്ങനെയുണ്ട്. ബൈഹഖിന്റെ റിവായത്തിൽ ബിദിർഹമിൻ ഔ നിസ്ഫി ദിർഹമിൻ ഔ സായിൻ ഔ മുദ്ദിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദിർഹം തന്നെ, ദീനാർ തന്നെ വേണമെന്നില്ല, ദിർഹമായാലും മതി, ഇനി അല്ലെങ്കിൽ അരദർഹമായാലും മതി. അതുപോലെ തന്നെ ഞാൻ പൈസ തന്നെ ആയിക്കൊള്ളുന്നില്ല, ഒരു ഭക്ഷ്യധാന്യമെങ്കിലും, ഞാൻ അതിനൊന്നും കഴിയാത്തവനാണെങ്കിൽ ഒരു മുദ്ദ് ഭക്ഷ്യധാന്യമെങ്കിലും കൊടുക്കുന്നത് സുന്നത്താണ് എന്ന് ഇമാം ബൈഹഖിയുടെ റിവായത്തിലുണ്ട്. ഇബ്നു മാജന്റെ മറ്റൊരു റിവായത്തിലുണ്ട് ഔ സായിഹന്തത്തിൻ ഔ നിസ്ഫ സായിൻ, ഒരു സ്വായ് ഗോതമ്പ് അല്ലെങ്കിൽ അരസ്വായ് ഇങ്ങനെ എന്തെങ്കിലും സദഖ ചെയ്യാം. അതാ പറഞ്ഞതിന്റെ ചുരുക്കം. അതൊരു സുന്നത്താണ്. ഇപ്പൊ ജമാഅത്തുമായിട്ട് ബന്ധപ്പെട്ട പാഠം കഴിഞ്ഞു, വരെ പറഞ്ഞു. ഇനി ജുമുഅയുടെ വിഷയമാണ്. ഇൻഷാ അല്ലാഹ് തൗഫീഖ് ചെയ്താൽ, അല്ലാഹു തആല തൗഫീഖ് ചെയ്താൽ തുടർന്ന് നമുക്ക് ഓതാം. കഴിഞ്ഞ ദിവസം നമ്മൾ നീലയിലായതുകൊണ്ട്, നീലല്ല കറുത്തു പോയത് കൊണ്ട് തന്നെ കുറച്ചാളുകൾക്ക് കയറി വരാൻ പറ്റിയിട്ടില്ല. 2ാം ക്ലാസ് ഉണ്ടായാൽ തന്നെ അതിനുള്ള പ്രശ്നം എന്താന്ന് വെച്ചാല് കുറച്ചാളുകളുണ്ട്. പക്ഷേ ഈ 2ാം ക്ലാസ്സിനുള്ള തകരാറ് എന്താന്ന് വെച്ചാല് അതിന് മൈക്കെടുത്ത് ചോദിക്കാൻ ബുദ്ധിമുട്ടേക്കാരല്ലോ, സംശയം ചോദിക്കാന് പ്രയാസാണ്. ഏതായാലും എനിക്കിന്ന് കുറച്ച് നേരത്തെ പുറത്തു പോകേണ്ട ചെറിയൊരു ആവശ്യം ഉണ്ടാണു. ക്ലാസ് അതിനനുസരിച്ച് നമുക്ക് അനുകൂലമാണ്. വേഗം നിർത്താൻ അനുകൂലമായ അവസ്ഥയാണ് ക്ലാസ്സിന്റെ തന്നെ ഉള്ളത്. അവിടെ കൂടി എനിക്ക് കുറച്ച് നേരത്തെ നിർത്തി പോകേണ്ട ആവശ്യമുണ്ട്. എന്നാലും സമയമുണ്ട്. എന്നാലും ഒരു 3:15 വരെയൊക്കെ സമയമുണ്ട്. ഇപ്പൊ ഒരു 3/4 മണിക്കൂർ സമയമൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് തുടരാൻ സമയമുണ്ട്. അപ്പോ എന്തെങ്കിലുമൊക്കെ സംശയമുള്ളവരുണ്ടാവും. മൈക്ക് ചോദ്യകർത്താക്കൾക്ക് വേണ്ടി കൈമാറുന്നു. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും.